ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതിനകത്ത് ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഒരു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷന് വേണ്ട കണ്ടീഷൻസ് നമ്മൾ 3 കണ്ടീഷൻസ് പറഞ്ഞു. ട്രാൻസിസ്റ്റർ മസ്റ്റ് ബി ഇൻ ആക്റ്റീവ് റീജിയൻ ബിക്കോസ് ആംപ്ലിഫിക്കേഷൻ ഈസ് എ ലീനിയർ പ്രോസസ്. സോ ട്രാൻസിസ്റ്റർ വർക്ക് ലീനിയർലി ഓൺലി ഇൻ ആക്റ്റീവ് റീജിയൻ. പിന്നെ ബാക്കിയുള്ള 2 റീജിയൻ എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് റീജിയനുമാണ്. സാച്ചുറേഷൻ റീജിയൻ അല്ലെങ്കിൽ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ചിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളൂ. അതെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഓപ്പൺ സ്വിച്ച് അല്ലെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ്. അതിനകത്തൂടെ കറണ്ട് ഒന്നില്ലെങ്കിൽ ഫുള്ളി കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് അതിലൂടെ ട്രാൻസിസ്റ്ററിലൂടെ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അതായത് സ്വിച്ചിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത്. ആ ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ ഡിജിറ്റൽ ലോജിക് സർക്യൂട്ടുകൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയതാണ്. കാരണം ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സിൽ നമുക്കറിയാം, ഇപ്പം ഒന്നില്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലത്തെ ഗേറ്റുകൾ റിയലൈസ് ചെയ്യുമ്പം ഒന്നില്ലെങ്കിൽ ഒരു പ്രസൻസ് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് വോൾട്ടേജ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ആ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ സ്വിച്ചിങ് ആപ്ലിക്കേഷനിലേക്കാണ് സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻ നമ്മൾ യൂസ് ചെയ്യാറ്. അല്ലാത്ത എല്ലാ ആപ്ലിക്കേഷനും ഓൾമോസ്റ്റ് മോർ ദാൻ 99% ആപ്ലിക്കേഷനിൽ നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്, അപ്പോൾ ആക്റ്റീവ് റീജിയനിലായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ ഒരു ഫിക്സഡ് DC ബയാസിങ് ഉണ്ടാവണം. DC ബയാസിങ് വേരി ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദി ഔട്ട്പുട്ട് കറണ്ട് വിൽ വേരി. ഔട്ട്പുട്ട് കറണ്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യും, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. നമുക്ക് എന്താണ് വേണ്ടത്? ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് ആംപ്ലിഫൈഡ് ആയിട്ട് ഒരു സ്കെയിൽഡ് ആയിട്ടുള്ള വേരിയേഷനാണ് നമുക്ക് വേണ്ടത്. Okay, then the operating point, that means the Q point should be lies in exactly the center of the DC load line. എന്നാലാണ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് സിങ് പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് സക്സസ്ഫുള്ളി നടക്കുകയുള്ളൂ, ഫെയ്ത്ത്ഫുള്ളി നടക്കുകയുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ തെർമൽ റണ്ണവേ എന്താണെന്ന് നോക്കിയായിരുന്നു. തെർമൽ റണ്ണവേ എന്ന് പറയുന്നത് നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡ്യൂ ടു ദ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യും. മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ മൂലമുണ്ടാകുന്ന കറണ്ട് പിന്നെയും കൂടും. അത് ഔട്ട്പുട്ട് കറണ്ടിൽ പിന്നെയും ഇൻക്രീസ് ഉണ്ടാക്കും. ഔട്ട്പുട്ട് കറണ്ട് ഉണ്ടായി കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ പിന്നെയും കൂടും. ദാറ്റ് മീൻസ് ഇങ്ങനെ ഔട്ട്പുട്ട് കറണ്ട് കൂടി അത് സാച്ചുറേറ്റഡ് ലെവലിലേക്ക് മാറുന്ന ആ പ്രോസസ്സിനെയാണ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന എഫക്റ്റിനെയാണ് നമ്മൾ തെർമൽ റണ്ണവേ എന്ന് പറയുന്നത്. ദെൻ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മളുണ്ടാവും. ആ കാര്യങ്ങളും കൂടിയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, hopefully you now remember these things. ദെൻ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, എല്ലാ പ്രോബ്ലംസ് തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച പ്രോബ്ലംസാണ്. സോ ക്യാൻ ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ലെറ്റ് we see saturation is 0.2 voltage and beta is 50. Then the minimum IB required to drive the transistor in saturation. Okay, that was the question, and the circuit is look like this. It's a common emitter configuration. Emitter ആണ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോമൺ എമിറ്റർ configuration. 1 kilo
ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. Let VC saturation voltage is equal to 0.2 voltage and the beta value of the transistor is 50. Then the minimum IB required to drive the transistor in saturation region. അങ്ങനെയാണെങ്കിൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലേക്ക് എത്തിക്കാൻ വേണ്ട മിനിമം ഐ ബി കറണ്ട് എത്ര ഫ്ലോ ചെയ്ത് കഴിഞ്ഞാലാണ് ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലേക്ക് എത്തുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ യു ക്ലിയർ ദ ഐഡിയ. ഇൻ ഐഡിയൽ കണ്ടീഷനിൽ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഐഡിയൽ കണ്ടീഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വി സി സാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു 0 വോൾട്ടേജ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും വി സി സാച്ചുറേഷൻ 0 വോൾട്ടേജ് എന്ന് പറയുന്നത്? ഐഡിയൽ കണ്ടീഷനിൽ സാച്ചുറേഷൻ കണ്ടീഷനിൽ വോൾട്ടേജ് അക്രോസ് കളക്ടർ ആൻഡ് എമിറ്റർ ഷുഡ് ബി 0 വോൾട്ടേജ് ആണെന്നാണ് പറയുക. എന്തുകൊണ്ടായിരിക്കും അത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. ആരെങ്കിലും നിങ്ങൾക്ക് ആ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് ഐഡിയ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയും എന്തുകൊണ്ടാണ്. ഐഡിയൽ കണ്ടീഷനിൽ ഈ വി സി സാച്ചുറേഷൻ എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും പറ. ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു എന്താണ് അതിൻ്റെ കണ്ടീഷൻ, എന്തുകൊണ്ടാണെന്ന്. സാച്ചുറേഷൻ കണ്ടീഷനിൽ ട്രാൻസിസ്റ്റർ എങ്ങനെ ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്? ട്രാൻസിസ്റ്റർ വിൽ ആക്ട് ആസ് എ നിങ്ങളാരും എന്താ റിപ്ലൈ ചെയ്യാത്ത? ഞാൻ ആദ്യമേ പറഞ്ഞു, ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് റീജിയനിൽ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുമ്പം ഐദർ ക്ലോസ്ഡ് സ്വിച്ച് അല്ലെങ്കിൽ ഓപ്പൺ സ്വിച്ച്. സാച്ചുറേഷൻ റീജിയനിൽ ക്ലോസ്ഡ് സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുക. ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുമോ? ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it will be same as ക്ലോസ്ഡ് സ്വിച്ച്. സ്വിച്ച് ആണെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇതിന് ക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുമോ? ഇല്ല. വി സി 0 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐഡിയൽ കണ്ടീഷനിൽ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്ന റീജിയനിലാണെങ്കിൽ വി സി ഇ എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, വി സി വിൽ ബി voltage across the collector because it is a closed switch. But in practical കേസിൽ നമുക്ക് സം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മൾ ഐഡിയൽ കണ്ടീഷനിലല്ല സം ഇതുണ്ടാവും. ബട്ട് ഇൻ കട്ട് ഓഫ് റീജിയനിലാണെങ്കിലോ സ്വിച്ചിങ് ആപ്ലിക്കേഷനാണ് വാട്ട് എവർ ദിസ് വോൾട്ടേജ് 3 വോൾട്ടേജ് ഇവിടെ കളക്ടറിൽ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണോ കളക്ടറിൽ കൊടുക്കുന്ന വോൾട്ടേജ് അത് തന്നെയായിരിക്കും. കാരണം അത് ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, ഈ ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ദെൻ ബാക്ക് ടു ദ പ്രോബ്ലത്തിലേക്ക് വരാം. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ നമ്മൾ സി ഇ ലൂപ്പിൽ, കളക്ടർ എമിറ്റർ ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ലൂപ്പിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയാം. അപ്ലൈ KVL. at C loop, collector emitter loop. Then we know that the 3 voltage is supply voltage. Wherever this drop happen to this 3 voltage, here there is ICRC,
there is an IC RC is there plus VCE, already given that the transistor is in saturation, so VC is sat. അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് മാത്രമാണ് ഈ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളൂ. സോ 3 വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ICRC പ്ലസ് VC സാച്ചുറേഷൻ, ദാറ്റ് വി നോ ദാറ്റ്, isn't it? ഈ കാര്യങ്ങൾ നമുക്കറിയാം. ഇതിനകത്ത് നമുക്ക് VC സാച്ചുറേഷൻ തന്നിട്ടുണ്ട്, 0.2 വോൾട്ടേജ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ RCയുടെ വാല്യൂം തന്നിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ IC? So IC will be in saturation. This is saturation, IC will be in saturation. IC saturation will be 3 voltage minus 0.2 voltage VC saturation divided by RC. What is RC? RC is nothing but 1 kilo ohm. That is IC saturation is nothing but 2.8 by 1 kilo ohm, that is 2.8 milliampere. Hope this is clear. IC saturation എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആയോ? ഓക്കെ, then what we have to find? We have to find the minimum IB required to drive the transistor in saturation. So what is IB? IB is nothing but, IC is nothing but beta IB ആണ് IC എന്ന് പറയുന്നത്. സോ IC സാച്ചുറേഷനിൽ എത്താൻ വേണ്ട IB എന്ന് പറയുന്നത്, സോ IB ഷുഡ് ബി IC ബൈ ബീറ്റ, that is 2.8. What is beta value? Beta value is 50, that is 56, this is milliampere, 56 microampere is the IB minimum required to drive the transistor saturation. സാച്ചുറേഷനിലേക്ക് എത്തിക്കാനായിട്ട് 56 IB മൈക്രോആംപിയർ IB എങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലേക്ക് എത്തും. ഇനി 56ന് മേലെ എത്ര കൊടുത്തു കഴിഞ്ഞാലും ട്രാൻസിസ്റ്റർ ഷുഡ് ബി ഇൻ സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, ഇത്രയും എങ്കിലും വേണം ടു ഡ്രൈവ് ദ ട്രാൻസിസ്റ്റർ ഇൻ സാച്ചുറേഷൻ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ എന്ത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും യു ഹാവ് ടു അപ്ലൈ ദിസ് KVL അറ്റ് ദിസ് കോമൺ എമിറ്റർ ലൂപ്പ്. കോമൺ എമിറ്റർ ലൂപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ VCE IC റിലേഷൻ. VCE IC റിലേഷനും ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഹോപ്പ്ഫുള്ളി യു അണ്ടർസ്റ്റുഡ് ദിസ് ഐഡിയ. നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇത് ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാൻ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, ഇപ്പം സംടൈംസ് ഇൻ ദീസ് പ്രോബ്ലംസ് ദേ ആർ നോട്ട് ഗിവൺ ദാറ്റ് ദ VBE വാല്യൂ തന്നില്ലെങ്കിൽ യു ക്യാൻ അസ്യൂം ദാറ്റ് VBE ഈസ് 0.7 വോൾട്ടേജ്. ഏത് പ്രോബ്ലത്തിലാണെങ്കിലും ഇപ്പോൾ ഏത് ട്രാൻസിസ്റ്ററാണ് ചിലപ്പോഴൊക്കെ പ്രോബ്ലത്തിൽ തന്നെ തരും VBE ഈസ് ഈക്വൽ ടു 0.7 വോൾട്ടേജ് എന്ന്. ഇപ്പോൾ VBE 0.7 വോൾട്ടേജ് തന്നില്ല, പക്ഷേ VBE അറിയാമെങ്കിൽ മാത്രമാണ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് VBE എന്ന് പറയുന്നത് 0.7 വോൾട്ടേജ് ആയിട്ട് അത് അസ്യൂം ചെയ്യാം. അതൊരു തമ്പ് റൂളാണ്. സോ ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു തമ്പ് റൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം 0.7 വോൾട്ടേജ് ആണെന്ന്. ആൻഡ് ഓൾറെഡി ഈ ബീറ്റ വാല്യൂ വളരെ വലുതാണ്, ബീറ്റ ഈസ് വെരി ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ അസ്യൂം ദാറ്റ് ദ IC വാല്യൂ ഈസ് ഈക്വൽ ടു IE വാല്യൂ. വി നോ ദാറ്റ് IE ഈസ് ഈക്വൽ ടു IC പ്ലസ് IB വാല്യൂ വിൽ ബി വെരി സ്മോൾ ഇഫ് ബീറ്റ ഈസ് വെരി ലാർജ്. ഓക്കെ, സോ യു ക്യാൻ ടേക്ക് ദീസ് ടു അസംഷൻ and these are two thumbs rule while doing the problems. Okay, let VBE is equal to 0.7 voltage and calculate IC and VC.
and also given beta is very large. Okay. This is also a common emitter configuration. Okay, this is plus 5 voltage VCC, and RC is nothing but 2.2K, and this is 4K, and this is 1K, and this is 300 ohm RE, and this is I. You have to find out what is the value of VCE. VCE value you have to find out, and also you have to find out what is the value of IC. IC value കണ്ടുപിടിക്കും. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? You have to given that VB is 0.7 voltage. VB is 0.7 voltage means this voltage, base to emitter voltage is 0.7 voltage, and also given that beta value is very large. So we can say that if beta value is very large, IC is equal to IE. This current, IC current, is flowing through the IE. Okay. So we know that what is VB. VB is nothing but VB minus VE. What is so VC? VC is nothing but VC minus VE. Okay. VB എന്ന് പറഞ്ഞാൽ VB minus VE ആണ്. VB minus VE ആണ്. VC എന്ന് പറഞ്ഞാൽ VC minus VE ആണ്. We have to find out what is VCE and IC. Okay. Okay. ഈ പ്രോബ്ലത്തിനകത്ത് ഞാൻ ഈ സർക്യൂട്ടിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനിവിടെ +5 വോൾട്ടേജ് സപ്ലൈ ഈ ബ്രാഞ്ചിലേക്കും കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഈ +5 വോൾട്ടേജിന് ഇപ്പം ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഞാനിവിടെ ഒരു +5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടും +5 വോൾട്ടേജ് തന്നെയാണ്. സോ എന്തിനാണത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്യൂട്ട് കുറച്ചുകൂടി കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സോ ഐ ക്യാൻ റീഡ്രോ ദ സർക്യൂട്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. സോ ദിസ് ഈസ് So this is +5 voltage, and this is 2.2K, and this is 4K, and this is +5 voltage again, and this is 1K, this is 300. Okay. ഈ സർക്യൂട്ട് തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ട് തന്നെയാണ്. ഈ +5 വോൾട്ടേജ് ഞാൻ മാറ്റി കൊടുത്തു എന്നുള്ളൂ. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. സിമിലർ ടു ദാറ്റ്. ഓക്കെ. ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഈ സർക്യൂട്ട് തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. ജസ്റ്റ് +5 വോൾട്ടേജ് ഇങ്ങനെ മാറ്റി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ആൻഡ് ദിസ് ഈസ് VB. This is VB. Okay. And we know that VB is nothing but VB minus VE. VB minus VE. From this, what is VB? This voltage VB. We know that VB is 0.7. 0.7 voltage. That is nothing but VB minus VE. VB minus VE. And this is VE. And this is VB. And this is VC. Okay. So what is VB? We know that if beta value is very large,
if beta is very large, IB can be 0. IB is 0. Okay. So IB is 0 means there is no current is flowing in this direction. IB is 0. This is IB. So this voltage, this all current will be flowing in this direction. So what will be VB? VB is nothing but 5 voltage into 1K divided by 5K. Okay, so that VB is nothing but 5 voltage into 1K divided by 1K plus 4K. Did you understand why I take this formula? നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെ ഈ ഫോർമുല വന്നതെന്ന്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? VB is equal to 5 voltage into 1K divided by 5K total resistance. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അതെങ്ങനെ വന്നതെന്ന്? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഞാൻ പറയണോ അതെങ്ങനെ വന്നതെന്ന്? Okay. Okay. So what will be VB? VB is 1K divided by 5K. So 5 and 5 will cancel. That is VB is nothing but 1 voltage. So VB is 1 voltage. VB is 0.7 voltage. So what is V? So VB is nothing but VB minus VE. Here VB is 0.7 voltage and VB is 1 voltage. Sorry, this is VE. V. So from that the V is nothing but 1 minus 0.7, that is 0.3 voltage. V is 0.3 voltage. What is V? V എന്ന് പറയുന്നത് എന്താണ്? V എന്ന് പറയുന്നത്, let this current is I. മീറ്ററിലൂടെ പോകുന്ന കറണ്ട് I ആണ്. IE into RE ആണ് V എന്ന് പറയുന്നത്. So VE is nothing but IE into RE. Okay, this voltage is nothing but IE into RE ആണ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്. Okay, so what is IE? IE is nothing but VE divided by RE. So that IE is equal to VE divided by RE. So what is VE is 0.3 by RE is 300 ohm, but 1 milliampere. So I found out this IE value. IE value is same as IC value. Is 1 milliampere. So first part of the problem is solved. That is, we have to find out the VCE and IC. In this problem, calculate IC and VCE. IC is same as IE. So first part is over. Okay. Hopefully you understand this idea how to solve out this problem. Clear ആയോ നിങ്ങൾക്ക്? Okay. Then what is the next part? You have to find out the VCE. You have to find out the VCE. VCE കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകണം? ദിസ് ബ്രാഞ്ചിലേക്ക് പോകണം. ഈ ബ്രാഞ്ചിൽ ഇഫ് യു അപ്ലൈ KCL at this branch, ഈ ബ്രാഞ്ചിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ this 5 voltage is nothing but this ICRC plus VCE plus VE. എവിടെയൊക്കെ ഡ്രോപ്പ് ഉണ്ട്? ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ട്. We have a drop here, voltage drop here. We have a voltage drop here and we have a voltage drop here. So we can say like that VCC I have applied KVL at CE loop. VCC is nothing but ICRC plus VCE plus VE. Okay. Okay. So VCC is nothing but plus 5 voltage. ICRC, IC we already find out, IE 1 milliampere and RC is nothing but 2.2K. You have to find out VCE and we already find out VE value is 0.3 voltage.
0.3 voltage. That is 2.2 into 1 is 2.2 milli and kilo will cancel. So 2.2 plus 0.3 2.5. So VC is nothing but 5 minus 2.5 is 2.5 voltage. So VC is 2.5 and IC is 1 milliamp. Almost all the problem is solved like in this way. ഈ വേയിലായിരിക്കും നിങ്ങൾ ഓൾമോസ്റ്റ് ഓൾ ദി ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്? ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഏതെങ്കിലും പോയിൻ്റ്, ഏതെങ്കിലും സ്റ്റെപ്പ് ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? വി സി ഈസ് ഈക്വൽ ടു വി സി മൈനസ് വി സി കണ്ടുപിടിക്കണമല്ലോ. വി മാത്രമല്ലേ നോൺ ആയിട്ടുള്ളൂ. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് വി സി? വി സി കണ്ടുപിടിക്കാനായിട്ട് വേറെ മാർഗ്ഗമില്ലല്ലോ. ഈ ലൂപ്പിൽ തന്നെ കെ വി എൽ അപ്ലൈ ചെയ്യണമല്ലോ. ഓക്കെ, വി സി ഈസ് നത്തിങ് ബട്ട് വി സി മൈനസ് വി ഇ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ എങ്ങനെ വരും? വി സി സി ഈസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് വി ഇ എന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വി സി സി ഈസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി എന്നാണെങ്കിലും മതി. ഈ ഡ്രോപ്പ് പ്ലസ് ഈ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് വേഴ്സസ് ഗ്രൗണ്ട് വേഴ്സസ് ആണ് എന്ന് പറയുന്നത് വി സി ഇ പ്ലസ് വി ഇ തന്നെയാണ്. വേറെ വി സി ഈസ് ഈക്വൽ ടു വി സി മൈനസ് വി ഇ പ്ലസ് വി ഇ എന്ന് പറയും. അപ്പോൾ ആ വിയും വിയും ക്യാൻസലായി പോവും. അപ്പോൾ വി സി സി ഈസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി എന്ന് തന്നെ വരും. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. പക്ഷേ നമുക്ക് വി സി അറിയില്ലാത്ത കാരണമാണ് ആ ഫുൾ ഇക്വേഷൻ ഞാൻ എടുത്തത്. ക്ലിയർ ആയോ? ഓക്കെ, shall we do the next problem? Okay, this was asked in I think in a 2015 CSIR. Okay. Question number 3. The CE characteristics of a transistor is given. Find VCE. Okay. Already given the CE characteristics, common emitter characteristics. Here it is a common emitter amplifier, IC in milliampere. Here VC in volt. This I already given. Five, 10, 20. This is 40 microampere, 30 microampere, 20 microampere,
10 microampere. This is nothing but IB values. Okay, here already the C characteristics of the transistor is given. You have to find out VCE. Okay, then how to find out VCE? എങ്ങനെ VCE കണ്ടുപിടിക്കാൻ പറ്റും? VCE in this branch, so you have to apply KVL in this branch. ഈ ബ്രാഞ്ചിൽ KVL അപ്ലൈ ചെയ്യണം. സോ എന്ത് ചെയ്യാൻ പറ്റും? VCC is nothing but IC RC plus VCE. You have to find out this value, VCE value, but IC is not given. RC value is there, but IC is not given. Then how to find out the IC value? Okay, what are the things given? Already I mentioned that if VB is not given, you can assume VB as 0.7 voltage. You can assume this 0.7 volt. Even though it is not given, we can apply this condition. So this is 0.7 voltage. This is 0.7 voltage. So VB is nothing but VB minus VE. Here we know that there is no emitter resistance, so VE is directly grounded, so VE is 0. Here VE is 0, that is VB is nothing but VB is 0.7 voltage. So this is clear. So what is the IB value? This IB, what is IB value? IB value here, beta is not given as very large, so there will be an IB value. IB value is nothing but 2 minus 0.7, this is VB value. 2 minus 0.7 divided by 65K is the IB value. അല്ലേ? IB എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് മൈനസ് ദിസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദാറ്റ് റെസിസ്റ്റൻസ് ആണ്. സോ ഹൗ വി ക്യാൻ ബി സേ ദറ്റ് ഈസ് plus 2 voltage minus 0.7 voltage divided by 65K is my IB. From that, the IB value is nothing but 20 microampere. 20 microampere. What we have to find? We have to find out the value of VCE. IC is not given, but there is a plot here. You can see that if IB is 20 microampere, the IC is 10 milliampere from the CE characteristics. From CE chara, we know that if IB is 20 microampere, IC is 10 milliampere. Okay, this is clear. Then we have to easily find out the value of VCE. VCE is nothing but VCC minus ICRC, where VCC is nothing but 5 volt. No, 5 voltage is 15 voltage. Minus IC is 10 milliampere and RC is 2.2K. Okay. Now 2.2K is not 500. So this is nothing but 10 voltage. This is 10 volt. Okay. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഇവിടെ സി ക്യാരക്ടറിസ്റ്റിക്സ് വന്നിരിക്കുകയാണ്. ആ സി ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പ്രോബ്ലത്തിൽ നോക്കുക, എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കുക, അതിനകത്തുനിന്ന് എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താമെന്ന്
നിങ്ങൾ നോക്കുക. ഓക്കെ, എന്തെങ്കിലും ക്ലൂ ഒക്കെ അതിനകത്ത് പ്രോബ്ലത്തിനകത്ത് ഉണ്ടാവും. സോ നിങ്ങൾ ആ രീതിയിൽ ചെയ്യും. ഓക്കെ, ഫൈൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഈ പ്രോബ്ലം? ഓക്കെ, then we can do another problem. Number 4. Assume beta is very large, VB is 0.7 voltage, then transistor is work in which mode? Okay, that is very important problem. ഈ ടൈപ്പ് പ്രോബ്ലംസ് റെഗുലറായിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ടെന്നുള്ളൂ. ഓക്കെ, option cutoff region, cutoff mode, P saturation mode, C active mode, D none. Okay, here beta is given as very large, VB is 0.7 voltage, then the transistor in which mode, ഏത് മോഡിലായിരിക്കും ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ എപ്പോഴാണ് ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുക? ഐ ബിക്ക് അനുസരിച്ച് ഐ സിയിലൊരു വേരിയേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലാണെന്ന് പറയുള്ളൂ. ഓക്കെ, ഇപ്പം ഐ ബിക്ക് അനുസരിച്ച് ഐ സി ഫ്ലോ ചെയ്യുവാണെങ്കിൽ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലാണെന്ന് പറയാം. അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇറ്റ് ഈസ് ഇൻ സാച്ചുറേഷൻ മോഡ്. അപ്പോൾ എങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റും? നമ്മൾ ഇപ്പം ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഐ ബി എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്ക് ഈ ബ്രാഞ്ചിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ബി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ബ്രാഞ്ചിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഐയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം വി നോ ദാറ്റ് ഐ സി ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഐ. ബീറ്റ വാല്യൂ വെരി ലാർജ് ആണെങ്കിൽ ഐ സി അപ്രോക്സിമേറ്റ്ലി ഐ ആണെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബ്രാഞ്ചിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 2 വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വി ബി പ്ലസ് ഐ ആർ ഇ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ടിനനുസരിച്ച് ഒരു ഐ ഇ കിട്ടി. ഓക്കെ, hopefully you could clear this thing. And if we apply KVL in this branch, ഈ ബ്രാഞ്ചിൽ അപ്ലൈ ചെയ്യുമ്പോൾ 10 വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ICRC പ്ലസ് VCE പ്ലസ് VE എന്ന് പറഞ്ഞ ഇത് കണ്ടീഷൻ കിട്ടും. അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഐ കിട്ടും. ആ രണ്ട് ഐയോടെ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇൻപുട്ട് കറണ്ടിനേക്കാളും ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഐനേക്കാളും കൂടുതലാണ് ഈ ഐ എങ്കിൽ അത് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. നിങ്ങൾ ഈ രണ്ട് റീജിയനിലുള്ള ഐ കണ്ടുപിടിക്കുക, ദെൻ നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, സോ നിങ്ങളൊരു ഈ പ്രോബ്ലം കണ്ടുപിടിച്ചു. ഞാൻ 2 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ്.
സോ നിങ്ങളിത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് സാച്ചുറേഷൻ റീജിയനിലാണോ ആക്റ്റീവ് റീജിയനിലാണോ കട്ട് ഓഫ് റീജിയനിലാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക.